ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അതെ, നിങ്ങളുടെ ക്രിസ്മസ് എക്സാം നമ്മുടെ ഇങ്ങനെ പടിവാതിക്കൽ എത്തി എന്ന് വേണമെങ്കിൽ പറയാല്ലേ. അതെ, ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ആകാറായി. എല്ലാവരും പഠിക്കാൻ തുടങ്ങിയില്ലേ? എന്താ മിസ് പഠിക്കാൻ തുടങ്ങിയെന്ന് വിശ്വസിച്ചോട്ടെ? അതെ, മിസ് അങ്ങനെ വിശ്വസിക്കുന്നുള്ളൂ. നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയെന്നും വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെന്നും ലൈവ്സിലൊക്കെ കയറുന്നുണ്ടെന്നാണ് മിസ്സിന്റെ വിശ്വാസം. ആൻഡ് ഓൾസോ അത് നിങ്ങൾ പാലിക്കണോട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഏത് ചാപ്റ്ററാ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏത് ചാപ്റ്ററാ? നമ്മുടെ സൗണ്ട് വേവ്സ് ആലേ പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് ക്ലാസ് 10th ഫസ്റ്റ് ചാപ്റ്റർ ആയ സൗണ്ട് വേവ്സ് ആലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എല്ലാവർക്കും മിസ് 2 സെക്ഷൻസ് ആയിട്ട് എന്താ പഠിപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ? എന്താ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ സൗണ്ടിനെ കുറിച്ചാലേ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്കിപ്പോ അടിപൊളിയായിട്ട് ഓരോ ഇപ്പൊ മിസ് പറയണത് നിങ്ങൾ കേൾക്കണുണ്ടെങ്കിൽ തന്നെ അതെന്തുകൊണ്ടായിരിക്കും? സൗണ്ട് നമുക്ക് കേൾക്കാൻ ചെവി ഉണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് അതിനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ടല്ലേ. കുറെ പേര് അതില്ലാണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. ബട്ട് നമുക്കൊക്കെ അതിന്റെ ഒരു ഭാഗ്യം ഉണ്ടല്ലേ. നമുക്ക് കേൾക്കാനും കാണാനും എല്ലാം പറ്റുന്നുണ്ടല്ലേ. അതെ, അപ്പൊ നമ്മൾ ആ സൗണ്ട് ബയോളജിക്കലി നമുക്ക് കുറച്ചറിയാം സൗണ്ട് നമുക്ക് കേൾക്കാനും നമ്മുടെ ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ബോഡി ഓറിയന്റഡ് ആയിട്ടാണ്. പിന്നെ ഫിസിക്സിൽ സൗണ്ട് ഉണ്ട്. സൗണ്ട് അവിടെ ഫിസിക്സും കളിക്കുന്നുണ്ട്. അപ്പോൾ ഫിസിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സൗണ്ടിനെ കുറിച്ചുള്ളത് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. സൗണ്ട് ഒരു ഫോം ഓഫ് എനർജി ആണെന്നൊക്കെ മിസ് പറഞ്ഞു. അത് വൈബ്രേഷൻ വഴിയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അല്ലെ. അതിനെന്തൊക്കെ മീഡിയം, അതായത് സെന്റർ വേണം. അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ വേണ്ടേ, നല്ല നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ സെന്റർ വേണം എന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ ഒരു മീഡിയം വേണം. അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്താൽ അതിനെ ട്രാവൽ ചെയ്യാൻ എന്ത് വേണം? ഒരു മീഡിയം വേണം. ഒരു മീഡിയം വേണം. അപ്പൊ ആ മീഡിയം ഇല്ലെങ്കിൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റില്ല. മീഡിയം ഇല്ലാത്ത അവസ്ഥ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ആൻഡ് ഓൾസോ ദ തേർഡ് വൺ റിസീവർ ആട്ടോ. അതായത് നമ്മൾ പറയണത് കേൾക്കാൻ ഒരാൾ വേണ്ടേ. അതെ, അപ്പൊ റിസീവർ. അപ്പൊ ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് സൗണ്ടിന്റെ ഒരു ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവോ? എന്താ പഠിച്ചിട്ടുണ്ടായേ? പിന്നെ എന്താ പഠിച്ച? നമ്മള് ഇതിനെ കുറിച്ചു പീരീഡ്സും പിന്നെന്താ ടൈം പീരീഡ് പഠിച്ചു. ഫ്രീക്വൻസി പഠിച്ചു. അവർ തമ്മിലുള്ള റിലേഷൻ നോക്കിയല്ലേ. ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പീരീഡ് എന്ന് പഠിച്ചു. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ എത്തിയത് എവിടെയാ? സൗണ്ടിന് ചില വേവ്സ്, സൗണ്ട് വേവ്സ്, വേവ് മോഷൻ ആണ് നമ്മൾ നോക്കിയത്. അതായത് എനർജി, ഒരു ഫോം ഓഫ് എനർജീനെ ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? വേവ് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വേവ് മോഷന് നമ്മൾ പറഞ്ഞു പലതരം വേവ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് ചിലതിന് മീഡിയം ആവശ്യമുണ്ട്, ചിലതിന് മീഡിയം ആവശ്യമില്ല. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മീഡിയം ആവശ്യമില്ലാത്തതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ മീഡിയം ആവശ്യമുള്ളതിനെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ മീഡിയം ആവശ്യമില്ലാത്തതിനെ നമ്മൾ വിളിക്കുന്നുണ്ട്? ഒരു പേര് വിളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം മീഡിയം ആവശ്യമില്ലാത്തതിനെ നമുക്ക് നോക്കാം. അങ്ങനെ മീഡിയം ആവശ്യമില്ലാത്തതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ്, ആ വേവ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്? അതായത് ദ വേവ്സ് വിച്ച് ഡസ് നോട്ട് റിക്വയർ എ മീഡിയം ടു ട്രാൻസ്ഫർ അല്ല ട്രാൻസ്മിറ്റ്. അതായത് ആ വേവിന് എന്തുണ്ട്? ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമില്ല. അതിനാണ് എന്ത് പറയാ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾസ് ആയിട്ടാണ് മിസ് ഇവിടെ പറഞ്ഞേക്കുന്നത്. റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ് റേ, എക്സ്റേ, ഗാമ റേസ് ആർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ദേ ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. മനസ്സിലായല്ലോ? അതെ, ഇവർക്കൊന്നും എന്താവശ്യമില്ല? മീഡിയം. ഡു നോട്ട് റിക്വയർ എ മീഡിയം. എക്സാമ്പിൾസ് ഏതൊക്കെയാ? നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് മിസ് നമ്മുടെ കളർ ആൻഡ് വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായില്ലേ? നമ്മള് ഓരോ വേവ്സിനെ കുറിച്ചൊക്കെ നമ്മൾ വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, അങ്ങനെ അതിനൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായല്ലേ? ഓക്കെ. അപ്പൊ ഇതെന്താണ്? ചില വേവ്സിന് എന്താവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. അങ്ങനത്തെ വേവ്സിന് എന്ത് പേര് പറയുന്നു? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, സെറ്റ് ആണല്ലോ.
ഇനി ചില വേവ്സിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് മീഡിയം ആവശ്യമുണ്ട് അല്ലെ. നമ്മളിപ്പോ പറയില്ലേ നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ള രീതിക്ക് നമ്മൾ നിൽക്കും, പക്ഷെ ഒരു ആവശ്യം വന്നാൽ അപ്പൊ തന്നെ അമ്മേ അയ്യോ എനിക്ക് പറ്റൂലേ എന്ന് പറഞ്ഞാൽ അമ്മേനെ അച്ഛനെ അല്ലെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിക്കും അല്ലെ. അപ്പൊ നമ്മളെന്താ ഡിപ്പെൻഡന്റ് ആണ്. പക്ഷെ ഇവരെന്താ ഇൻഡിപെൻഡന്റ് ആണ്. അവരാർക്കും വേണ്ട, അവരങ്ങനെ പോയിക്കോളും. അതായത് അവർക്ക് ഒരു മീഡിയം വേണം. മിസ് പറഞ്ഞായിരുന്നു സൗണ്ട് ഒരു കൈൻഡ് ഓഫ് വേവ് ആണ്, അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേവ് വേണം, അല്ല മീഡിയം വേണം എന്ന് പറഞ്ഞു. പക്ഷെ ഈ വേവ്സിന് എന്താണ് വേണ്ട, അവർക്ക് ഒരു മീഡിയം ആവശ്യമില്ല. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി മീഡിയം ആവശ്യമുള്ള വേവ്സിനെ എന്ത് വിളിക്കും എന്നറിയോ? മെക്കാനിക്കൽ വേവ് എന്ന് പറയും. മെക്കാനിക്കൽ വേവ്സ് ആർ ദോസ് ദാറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. മെക്കാനിക്കൽ വേവ്സ് ആർ മെയിൻലി ടു ടൈപ്സ്. ദേ ആർ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്. അതായത് ഇത്ര ഉള്ളൂ, ചില വേവ്സിന് എന്തുണ്ട്, ഒരു മീഡിയം ആവശ്യമില്ല. എന്താണ്? ഒരു മീഡിയം ആവശ്യമില്ല. സോറി, ചില വേവ്സിന് എന്ത് മീഡിയം ആവശ്യമില്ല. ആ വേവ്സിന് നമ്മൾ എന്ത് പറയാ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞത്. പക്ഷെ ചില വേവ്സിന് എന്തുണ്ട്? മീഡിയം ആവശ്യമുണ്ട്. ദേ റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. അങ്ങനത്തെ വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? മെക്കാനിക്കൽ വേവ് എന്ന് പറയാം. എന്താണ്? The waves which require medium for transmission, they are called mechanical waves. ഓക്കെ. അപ്പോൾ മെക്കാനിക്കൽ വേവ്സ് രണ്ട് തരത്തിലാണ്. ആ രണ്ടെണ്ണത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി എക്സ്റേ ഗാമാറേ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെക്കാനിക്കൽ വേവിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആ രണ്ട് മെക്കാനിക്കൽ വേവ് ആണ് നമ്മുടെ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവും ആൻഡ് ഓൾസോ ട്രാൻസ്വേഴ്സ് വേവും. എന്താണ്? ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? അപ്പൊ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവും എന്താണ് മെക്കാനിക്കൽ വേവ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ മെക്കാനിക്കൽ വേവിന്റെ സബ് ഡിവിഷൻസ് ആണ് എന്ത്? നമ്മുടെ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും എന്ന് പറയാട്ടോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് പോലെ വേണമെങ്കിൽ വരയ്ക്കാം. മിസ് വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാട്ടോ. വേവ്സ് എന്തുണ്ട്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും പിന്നെന്താ? മെക്കാനിക്കൽ വേവ്സും. ഇതിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് എന്ത് പറയാം? നമ്മുടെ എന്താ റേഡിയോ വേവ്. മിസ് ഷോർട്ട് ഫോം ആയിട്ടാണ് ഇത്. റേഡിയോ, ഇൻഫ്രാ വിസിബിൾ, പിന്നെന്താ വിസിബിൾ, പിന്നെന്താ യു വി, പിന്നെന്താ എക്സ്റേ, ഗാമാറേ. അങ്ങനെ ഇതിനെ ക്ലാസിഫൈ ചെയ്യാട്ടോ. കണ്ടോ? ഇതിനിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് ഇത് മെക്കാനിക്കൽ വേവിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ലോങ്റ്റിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും. സെറ്റ് അല്ലേ? അപ്പോ നമ്മളിപ്പോ എന്താ ക്ലാസിഫിക്കേഷൻ നോക്കിയല്ലേ? എന്താണ് നമ്മുടെ വേവ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കി. ഇത് വേണമെങ്കിൽ ഒരു എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, ക്ലാസിഫൈ ദ വേവ്സ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ എന്താ, നിങ്ങളൊരു ഇംപ്രസീവ് വേവ് മോഷനോ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സോ അങ്ങനത്തെ ഒക്കെ ചോദിക്കുമ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ അങ്ങോട്ട് എഴുതി വെച്ചാൽ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഈ കുട്ടിക്ക് അറിയാം എന്നുള്ളൊരു തോട്ട് വരും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ എഴുതി വെക്കാം. അപ്പൊ വേണമെങ്കിൽ എല്ലാവരും ഇത് നോട്ട് ചെയ്യാട്ടോ. എക്സാമിന് മിസ് റെക്കോർഡിങ് കാണുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊരു ഷോർട്ട് ഫോം ആണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് തൊട്ട് മുമ്പ് നോക്കണമെങ്കിൽ ഓക്കെ ഒരു പേജിലൊക്കെ ഇത് ഓക്കെ സെറ്റ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് എല്ലാം ഓടി വരും കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിനെ അൾട്രാവയലറ്റ് വേവിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ. ആദ്യം നമുക്ക് ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് നോക്കാം.
Longitudinal wave. Longitudinal wave are those in which the particles in the medium vibrate parallel to the direction of propagation of wave. അതായത് അത് മിസ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഇതാണ് എന്താ ഒരു മീഡിയം, ഇത് ഒരു ലോങ്ങിറ്റ്യൂഡിനൽ വേവ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു മീഡിയം ഒരു വേവ് എടുത്തു, ആ വേവില് നമുക്കറിയാം ഇപ്പൊ ഒരു ഇതാണ് ഒരു വേവ്, ഇതെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ മോഷനുള്ള പറയണ വേവ്സ് എന്ന്, ആ വേവ്സ് ഏത് ഡയറക്ഷനിൽ പാരലൽ ആയിരിക്കും പോകുന്നത്, അതിലെ മീഡിയം എന്തിലായിരിക്കും പാരലൽ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് എന്ത് പറയും, നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്. അതായത് ഇപ്പൊ ഒരു മീഡിയം ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക, അതായത് വൈബ്രേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, അതായത് ഇങ്ങനെ ഭയങ്കര. അപ്പോ ഇത് കണ്ടോ, ഇവിടെ ഈ കേസിൽ നോക്കിയേ, ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്താ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുക? ഇതിന്റെ പാർട്ടിക്കിൾസ് നമുക്കറിയാം, ഓരോ പാർട്ടിക്കിൾസ് എല്ലാം ഓരോ സാധനത്തിന് അതിൻ്റെതായ പാർട്ടിക്കിൾസ് ഉണ്ടാവില്ലേ, ആ പാർട്ടിക്കിൾസ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ പാരലൽ ആയിട്ടായിരിക്കും വൈബ്രേറ്റ് ചെയ്യണുണ്ടാവുക. കണ്ടോ, പാരലൽ ആയിട്ടല്ലേ ഇതുങ്ങളൊക്കെ വൈബ്രേറ്റ് ചെയ്യണത്, മനസ്സിലായോ? അപ്പൊ എന്താ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് ആർ ദോസ് ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് parallel to the direction of propagation of wave. അതായത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യണത് പാരലലി ആണ്. അതേപോലെ അതിനകത്തുള്ള പാർട്ടിക്കിൾസ്, ആ വേവിലുള്ള പാർട്ടിക്കിൾസ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക, പാരലൽ ആയിട്ടായിരിക്കും വൈബ്രേറ്റ് ചെയ്യണുണ്ടാവുക. അപ്പൊ അതിനെ പറയും എന്ത്, ലോങ്ങിറ്റ്യൂഡിനൽ വേവ് എന്നിട്ടോ. ഓക്കെ, അപ്പോ ഇത് നോക്കിയേ, ഇതെന്താ ട്യൂണിങ് ഫോർക്ക് അല്ലെ, നിങ്ങൾക്ക് അറിയാവുന്നത് ട്യൂണിങ് ഫോർക്കാന്ന്. ഈ ട്യൂണിങ് ഫോർക്ക് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, നമ്മൾ ട്യൂണിങ് ഫോർക്കിന് അറിയാം ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി എന്തെന്ന് അറിയാം, അത് തട്ടുന്നു, അപ്പൊ എന്ത് സംഭവിക്കുന്നു, ഇത് വൈബ്രേറ്റ് ചെയ്യും. മിസ് പറഞ്ഞു അതിനൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്, ആ ഫ്രീക്വൻസിയിൽ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കിയേ, കണ്ടോ ഈ ട്യൂണിങ് ഫോർക്ക്, ഇതാണ് ട്യൂണിങ് ഫോർക്കിന്റെ ഒറിജിനൽ പൊസിഷൻ, ഇതല്ലേ ഇതിന്റെ ഒറിജിനൽ പൊസിഷൻ. ഈ പൊസിഷനിൽ ആദ്യം ഇങ്ങോട്ടേക്ക് എയിലേക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രഷർ, അവിടെ എയർ പാർട്ടിക്കിൾസിന്റെ പ്രഷർ എന്തായാലും കൂടും അല്ലെ. ഇവിടെ എയർ പാർട്ടിക്കിൾസ് സുഖമായിട്ടിരിക്കുന്നു, പെട്ടെന്നാണ് ഇത് വൈബ്രേറ്റ് ചെയ്യാൻ പോയി. അപ്പൊ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ, ഇതിങ്ങനെ തിങ്ങിന്നറിയോ അല്ലെ തിങ്ങിന്നറിയും. അത് കണ്ടോ ഭയങ്കര കംപ്രസീവ് ആയിരിക്കും, കംപ്രസ് ആയിട്ടിരിക്കും അല്ലെ. അപ്പൊ ഇവിടുത്തെ എയർ പ്രഷർ എയിലേക്ക് പോകുമ്പോൾ എന്താ, എയർ പ്രഷർ എന്തായിരിക്കും കൂടുതലായിരിക്കും അല്ലെ. എന്താ അവരിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഭയങ്കര പ്രഷർ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞാൽ അത് ബിയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, റിലാക്സ് ആയി, കാരണം എയിലുള്ള എയർ പാർട്ടിക്കിൾസ് എന്തായിരിക്കും റിലാക്സ്ഡ് ആവും അല്ലെ, ആവില്ലേ? ഓക്കെ, അപ്പൊ കണ്ടോ ആദ്യം കംപ്രസ്ഡ് ആയി, പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ റിലീഫായി, പിന്നെ കംപ്രസ്ഡ് ആയി റിലീഫായി. കണ്ടോ ഒരു കംപ്രഷനും റയർ ഫ്രാക്ഷനും, അതായത് ഈ CR ഡിനോട്ട് ചെയ്തേക്കുന്നത് കംപ്രഷൻ ആൻഡ് റയർ ഫ്രാക്ഷൻ. അപ്പൊ മനസ്സിലായല്ലോ, pressure variation occur in air when the tuning fork vibrates. കണ്ടോ ഇത് ഈ ട്യൂണിങ് ഫോർക്കിന്റെ ഒറിജിനൽ നിന്നും അത് എന്ന് പറഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ എയിലേക്ക് പോകുമ്പോഴേക്കും അവിടുത്തെ എയർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അവിടുത്തെ എയർ പ്രഷർ എന്തായിരിക്കും കൂടുതലായിരിക്കും, പിന്നെ റിലീസ് ടു ബി കുറവായിരിക്കും. പിന്നെ 8ലേക്ക് പോകുമ്പോൾ പ്രഷർ കൂടും, പിന്നെ ബിയിലേക്ക് വരുമ്പോൾ പ്രഷർ കുറയും, അങ്ങനെ. അപ്പൊ അതാണ് കംപ്രഷനും റയർ ഫ്രാക്ഷനും ഫോം ചെയ്യുന്നുണ്ടാവും ട്ടോ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? Okay. In the figure 1.9, as the probe of the tuning fork moves from the equilibrium position to side A, air pressure on the side എന്താ increase ആകോ decrease ആകോ? എന്ത് സംഭവിക്കുന്നു? increase ആവില്ല. മിസ് അതല്ലേ പറഞ്ഞത്, അവിടുത്തെ പ്രഷർ എന്ത് സംഭവിക്കുന്നു, A എന്നുള്ള ഒരു സ്ഥലത്തെ പ്രഷർ എന്ത് സംഭവിക്കുന്നു, കൂടാ അല്ലേ. What about the air pressure on the side A when the same probe move to B? ബിയിലേക്ക്, അതായത് ഈ എയിൽ നിന്ന് ഇത് ബിയിലേക്ക് പോകുമ്പോൾ ഈ എയിലുള്ള എയർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അവിടുത്തെ എയർ പ്രഷർ എന്തായിരിക്കും, റിലീസ് ആവില്ല. പെട്ടെന്ന് എ ഇങ്ങോട്ട് വരുമ്പോൾ അവരൊക്കെ ഭയങ്കര തിങ്ങിക്കുടിക്കും. പക്ഷെ ബിയിലേക്ക് പിന്നെയും പോകുമ്പോഴേക്കും എന്താ ഒരു ആശ്വാസം, പിന്നെ എയിലേക്ക് വരുമ്പോൾ എന്താ അവർ പിന്നെയും തിങ്ങിക്കുടിക്കും, പിന്നെ ബിയിലേക്ക് പോകുമ്പോൾ അവർ ആശ്വാസം, അങ്ങനെ. അപ്പൊ നമുക്ക് എന്താ പറയാം, ബിയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എന്താ ഡിക്രീസ്. എന്താണ് ഡിക്രീസ്? മനസ്സിലായല്ലോ? അപ്പൊ നമ്മളിപ്പോ എന്താ എയർ പ്രഷർ ആ ട്യൂണിങ് ഫോർക്ക് ഇങ്ങോട്ടേക്കും പോകുമ്പോൾ ഉള്ള അവിടുത്തെ എയർ പ്രഷറിനെ കുറിച്ചാലേ നമ്മളിപ്പോ നോക്കിയിട്ടുണ്ടായത്. എല്ലാരും സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ സൗണ്ട് ഫ്രം എ സോഴ്സ് ക്രിയേറ്റ് കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ പ്രഷർ വേരിയേഷൻ ഇൻ ദ എയർ. A region of high pressure is created where distance between the air molecules decrease.
Such region are called compression and the region of low pressure is called refraction. അപ്പൊ എന്താണ് മിസ് പറഞ്ഞത് തന്നെ, അതായത് ട്യൂണിംഗ് ഫോർക്ക് അനങ്ങും. ട്യൂണിംഗ് ഫോർക്ക് എന്നല്ല, ഏതൊരു പാർട്ടിക്കിൾ ആണെങ്കിലും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ വൈബ്രേഷനിലുള്ള ഒരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ റീജിയൻ എന്തായിരിക്കും, എയർ പ്രഷർ എന്തായിരിക്കും കൂടുതലായിരിക്കും, ഭയങ്കര പ്രഷർ ഫീൽ ചെയ്യും അല്ലെ അവർക്ക്. ആ പ്രഷർ അവിടുത്തെയാണ്, അതിനെന്ത് പറയും, അവിടുത്തെ അപ്പൊ പാർട്ടിക്കിൾസിന് എന്തായിരിക്കും, പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റൻസ്, അതായത് അവര് ഇങ്ങനെ നിൽക്കുമ്പോൾ, അതായത് ഇതാണ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് വിചാരിക്കുക, ഇതാണ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് വിചാരിക്കുക. ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്കും പോവും ഇങ്ങോട്ടേക്കും പോവും അല്ലെ. അപ്പൊ ഇവിടെ പാർട്ടിക്കിൾസ് ശരിക്കും ഇങ്ങനെ 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 നിൽക്കണായിരിക്കും അല്ലെ, അങ്ങനെ നിൽക്കണേക്കും. പക്ഷെ ഇത് ഇങ്ങോട്ടേക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ പാർട്ടിക്കിൾ എന്താ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും, ഭയങ്കര കൺജസ്റ്റഡ്, അടുത്താകും, എന്താ കൺജസ്റ്റഡ് ആകും. അതാണ് അവരുടെ പ്രശ്നം. പക്ഷെ അത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോഴോ ഈ സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടുത്തെ പാർട്ടിക്കിൾസ് എന്തായിരിക്കും, പ്രഷർ ലോ ആകും. ഓക്കെ, അപ്പൊ ആ പ്രഷർ കൂടുന്ന സ്ഥലത്തെ നമ്മൾ എന്ത് പറയും, കംപ്രഷൻ എന്നും, ആൻഡ് ദ റീജിയൻ ലോ പ്രഷർ ഈസ് കോൾഡ് റെഫ്രാക്ഷൻ എന്നും. ഓക്കെ, റെഫ്രാക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് കംപ്രഷൻ എന്താണ്, റെഫ്രാക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിൽ എന്താ പറയാ, നമുക്ക് എന്താ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവില് നമ്മൾ പറയണ്ടാവാ, നമ്മൾ എന്താ നോക്കിക്കൊണ്ടിരുന്ന, longitudinal waves are those waves in which the particles is vibrating the parallel to the direction of propagation of wave. അതായത് വേവിന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ടായിരിക്കും അതിന്റെ പാർട്ടിക്കിൾസും അതിലുണ്ടാവുന്ന പാർട്ടിക്കിൾസും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതിനാണ് ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയാ. അതിനകത്ത് അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു റീജിയനിലെ എയർ പ്രഷർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ അവിടുത്തെ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം, എല്ലായിടത്തും ഇപ്പൊ ഇവിടെയൊക്കെ മോളിക്യൂൾസ് ഉണ്ടല്ലോ, അപ്പൊ ആ മോളിക്യൂൾസ് ഇപ്പൊ ഇവിടെ പ്രഷർ ഇല്ല, പക്ഷെ ഞാൻ നല്ലൊരു പ്രഷർ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവിടുത്തെ പാർട്ടിക്കിൾസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയോ അല്ലെ. അപ്പൊ അവിടുത്തെ എയർ പ്രഷർ കൂടുമ്പോൾ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാം, കംപ്രഷൻ എന്നും. അപ്പൊ ലോ പ്രഷർ ഉള്ള സ്ഥലത്തിന് നമ്മൾ എന്ത് പറയും, റെഫ്രാക്ഷൻ എന്നും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോണത് ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ചാണ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്? ഒരു കാര്യം കൂടി ഉണ്ട്. ദ സൗണ്ട്സ് ട്രാവൽ ത്രൂ എ മീഡിയം ഫ്രം എ ഓൾട്ടർനേറ്റീവ് കംപ്രഷൻ ആൻഡ് റെഫ്രാക്ഷൻ. അത് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. എന്താണ് ഓൾട്ടർനേറ്റീവ് റെഫ്രാക്ഷൻസും കംപ്രഷനും റെഫ്രാക്ഷനും കണ്ടോ. ഇത് സി കഴിഞ്ഞ് ആറ് കഴിഞ്ഞ് പിന്നെയും സി, അതായത് നമ്മൾ അറിയാം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക. അപ്പൊ ലോ പ്രഷറും ഹൈ പ്രഷറും, ലോ പ്രഷറും ഹൈ പ്രഷറും, അങ്ങനെയൊക്കെ വൈബ്രേഷൻ നടക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്താ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താ, ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ചാണ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്? ഓക്കെ, അതിന് നോക്കിയ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ നോക്കിയേ, ഈ പാർട്ടിക്കിൾ ഇങ്ങനെ ഒരു സാധാ വയറിൽ അതിൻ്റെ എന്ത് ചെയ്തു, കല്ല് എന്തോ വെയിറ്റുള്ള സാധനം കെട്ടിത്തൂക്കിട്ടേക്കാം. നമ്മളിത് ഇങ്ങനെ ഒരു സാധനത്തിൽ ഒരു അയൺ നീഡിൽ വെച്ച് ഇങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ചേക്കാം. ഈ വെയിറ്റ് ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം ഇതിന് ഇങ്ങനെ ലൂസായി പോകുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാകും ഇത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. എങ്ങനെയാ, ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ വൈബ്രേഷൻ. ഇങ്ങനെ ഇത് കണ്ടു, ഇങ്ങനെ ഒരു വേവ് പോലെ, അതായത് നമ്മള് ബീച്ചിലൊക്കെ പോകുമ്പോ കാണുന്ന തിരമാലകൾ പോലെ ആയിരിക്കും എന്ത് ചെയ്യാ, അത് ഇങ്ങനെ മൂവ് ചെയ്യണ്ടാവും കേട്ടോ. അപ്പൊ അവിടെ നോക്കിയേ, നല്ല വൃത്തിക്ക് മിസ് വരയ്ക്കാം. ഓക്കെ, അപ്പൊ അതെ ഇങ്ങനെ പോയി, പിന്നെ ഇങ്ങനെ വന്ന്, പിന്നെ ഇങ്ങനെ പോയി, പിന്നെ ഇങ്ങനെ വന്ന്, കണ്ടോ, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതെ നോക്കിയേ, ഇതെങ്ങനെ, ഇവിടെ നോക്കിയേ, വേവ് പോണത് ഇങ്ങോട്ടേക്ക്, അവിടുത്തെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യണത് എന്താ, മേളിലേക്കും താഴേക്കും. അതായത് വേവിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, പക്ഷെ അവിടുത്തെ പാർട്ടിക്കിൾസ് എന്താ, മേളിലേക്കും താഴത്തേക്കും അങ്ങനെ പോവുക. അതുകൊണ്ടാണ് എന്ത് കണ്ടോ, ഇവിടെ ഒരു പൊക്കല്, പിന്നെ ഒരു താഴല്, പിന്നെ ഒരു പൊക്കല്, ഒരു താഴല്, അങ്ങനെ ഫോം ചെയ്യാം. അപ്പോ അതിനെ പറയണതാണ് എന്ത്, ട്രാൻസ്വേഴ്സ് വേവ് എന്ന്. അതായത് നോക്കിക്കേ, when the particles of the medium vibrate perpendicular to the direction of propagation of wave, they are called transverse wave. അതായത് വേവിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ത്, ആ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്താണ്, വേവിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അവിടുത്തെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയാം. അത് മിസ് പറഞ്ഞല്ലോ. അതായത് കണ്ടോ, ഈ വേവിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണെങ്കിലും
അതിനകത്തെ പാർട്ടിക്കിൾസ് എന്തായിരിക്കും അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനെ പറയുന്നതാണ് എന്ത്, നമ്മളെ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയണ്ടാവുക. അപ്പോൾ ദേ നോക്കിയേ, ഈ ട്രാൻസ്വേഴ്സ് വേവില് ഈ നോക്കിയേ, ഇവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കണ റീജിയൻ കണ്ടോ, ഈ പൊങ്ങിയിരിക്കണ റീജിയനെയാണ് നമ്മൾ എന്ത് പറയാ, ക്രസ്റ്റ്. എന്താണ് ക്രസ്റ്റ് എന്ന് പറയുന്നുണ്ടാവുക. എന്താണ്, ആ പൊങ്ങിയിരിക്കുന്ന റീജിയനെയാണ് ക്രസ്റ്റ് എന്നും, അതേപോലെ താന്നിരിക്കുന്ന റീജിയൻ കണ്ടോ, ഇങ്ങനെ താന്നിരിക്കുന്ന റീജിയൻ, ആ താന്നിരിക്കുന്ന റീജിയനെയാണ് എന്ത്, ട്രഫ് എന്നും പറയുന്നുണ്ടാവും കേട്ടോ. മനസ്സിലായല്ലോ? ആ പൊങ്ങിയിരിക്കും, നമ്മൾ പറഞ്ഞു അതില ഈ വേവിൽ എന്താണ് ഓരോ പാർട്ടിക്കിൾസ് ഉണ്ടല്ലേ, ഇങ്ങനെ ഓരോ പാർട്ടിക്കിൾസ് ഉണ്ടല്ല, ഒരു പാർട്ടിക്കിൾ മുകളിലേക്കും പിന്നെ താഴത്തേക്കും, അങ്ങനെയാണ് ഇത്, അങ്ങനെ ആണ് ഈ ഇങ്ങനെ വേവ് പോലെ ഫോം ചെയ്യണത്. അപ്പൊ ആ വേവിലെ അപ്പർ പോർഷൻ ഇങ്ങനെ ഫോം ചെയ്യണത് നമ്മൾ എന്ത് പറയും, ക്രസ്റ്റ് എന്നും, ആ ലോവർ പോർഷൻ അതായത് ഇങ്ങനെ ഇരിക്കുന്ന പോർഷന് നമ്മൾ എന്ത് പറയും, ട്രഫ് എന്ന് ട്ടോ. മനസ്സിലായല്ലോ എന്താണ് ക്രസ്റ്റ്, എന്താണ് ട്രഫ് എന്ന് മനസ്സിലായല്ലോ. ആൻഡ് ഓൾസോ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ട്ടോ. മനസ്സിലായില്ലേ നിങ്ങക്ക്? ഓക്കെ. അപ്പോ when the particles of the medium vibrate perpendicular to the direction of propagation of wave, they are called in the transverse wave ട്ടോ. ഓക്കെ. പിന്നെന്താ, what is the direction of motion of particle in the string with respect to the equilibrium position? Equilibrium position വെക്കുമ്പോൾ ആ പാർട്ടിക്കിൾസിന്റെ ഡയറക്ഷൻ എങ്ങനെയാ, പെർപെൻഡിക്കുലർ അല്ലേ, പെർപെൻഡിക്കുലർ. മിസ് പറഞ്ഞാലോ, വേവിന്റെ ഇങ്ങനത്തെ ഒരു പോർഷൻ ആണ്, ഈ പാർട്ടിക്കിൾസ് എങ്ങനെയാ അപ്പ് ആൻഡ് ഡൗൺ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോണുണ്ടാവും കേട്ടോ, വേവിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട്. Does each point on the string move parallel or perpendicular to the direction of propagation of wave from the string? എന്താ ഇതിനകത്ത് ഓരോ കേസിലും ഇത് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യണുണ്ടാവുക, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അല്ലെ വൈബ്രേറ്റ് ചെയ്യണുണ്ടാവുക. പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമ്മള് അതാണല്ലേ ഇപ്പൊ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, അതായത് വേവിലത്തെ പാർട്ടിക്കിൾസ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോണുണ്ടാവുക കേട്ടോ. ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ട്രാൻസ്വേഴ്സ് വേവിനെയും ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിനെയും കുറിച്ചാണ് നമ്മളിപ്പോ നോക്കിയത്. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതേപോലെ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാരും സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ നോക്കിയേ, ഇനി നമുക്ക് ഓരോത്തിനും ഓരോ ട്രാൻസ്വേഴ്സ് വേവ് ഏതാണ്, ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് ഏതാണെന്ന് ക്ലാസിഫൈ ചെയ്യാം. Particles in the medium vibrate perpendicular to the direction of propagation of wave. അതേതാണ്, ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് ആണോ ട്രാൻസ്വേഴ്സ് വേവ് ആണോ, ഏതാണ്? പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഏതാ, ട്രാൻസ്വേഴ്സ് വേവ് അല്ലെ. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. കംപ്രഷൻ ആൻഡ് റെഫ്രാക്ഷൻ ഏതാ, കംപ്രഷൻ ആൻഡ് റെഫ്രാക്ഷൻ ഏതായിരുന്നു, ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ്. നമുക്കറിയാലോ. ഓക്കെ. പ്രഷർ വേരിയേഷൻ ഒക്കർ ഇൻ ദ മീഡിയം, ഏതിലെ പ്രഷർ വേരിയേഷൻ ഒക്കർ ചെയ്യാണ്ടാവാം, മിസ് പറഞ്ഞല്ലേ, ഒരു ലോ പ്രഷർ ഒരു ഹൈ പ്രഷർ ഉണ്ടാവും അല്ലെ. അപ്പൊ അതേതാണ്, ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് ആട്ടോ, ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് ആണ്. ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആർ ഫോംഡ്, ക്രസ്റ്റും ട്രഫും ഫോം ചെയ്യണത് ഏതാ, ട്രാൻസ്വേഴ്സ് വേവ്. നമ്മൾ പറഞ്ഞല്ലേ കംപ്രഷനും റെഫ്രാക്ഷനും ആണല്ലേ ഇതിൽ ഫോം ചെയ്യണുണ്ടാവുക, ട്രാൻസ്വേഴ്സ് വേവ്. Particles in the medium vibrate parallel to the direction of propagation of wave. Parallelly ആരാ വൈബ്രേറ്റ് ചെയ്യുക, അതിനകത്ത് ഒരു വേവിലെ പാർട്ടിക്കിൾസ് പാരലലി വൈബ്രേറ്റ് ചെയ്യണത് എവിടെയാ, ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിലല്ലേ, ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ്. നോ പ്രഷർ വേരിയേഷൻ ഒക്കർ ഇൻ ദ മീഡിയം, ഏതാണ് നോ പ്രഷർ ഒക്കറൻസ്, എന്താ എവിടെയാ, നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവിൽ തന്നെ, ട്രാൻസ്വേഴ്സ് വേവ്. അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ, ഇത് എഴുതാൻ വേണ്ടി മിസ് ഒരു ടേബിൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അത് ഫില്ല് ചെയ്യണം. മിസ് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയെന്നുള്ളത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. അപ്പൊ എന്തായാലും അപ്പൊ നമ്മൾ നോക്കിയല്ലേ, ട്രാൻസ്വേഴ്സ് വേവും ലോങ്റ്റിറ്റ്യൂഡിനൽ വേവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയല്ലേ, സെറ്റ് അല്ലേ, ആണല്ലോ. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് ആണ്. എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്? അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പൊ എനിക്കാണെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലേ, എനിക്ക് എന്താ, ഞാൻ ചിലപ്പോൾ നല്ല ഹാപ്പി മോഡിൽ ഹാപ്പി ഞാൻ നല്ല ഭയങ്കര സ്റ്റബേൺ ആണ്, അല്ലെങ്കിൽ നല്ല ദേഷ്യക്കാരിയാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല കോമഡിയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ പലർക്കും പല തോട്ടായിരിക്കും അല്ലെ മിസ്സിനെ കുറിച്ച് തോന്നിയിട്ടുണ്ടാവുക.
ഓക്കെ, അപ്പൊ ഓരോത്തിനും ഓരോ ക്യാരക്ടർ ഉണ്ട്. ഇപ്പൊ ഓരോ ഹ്യൂമൻ ബീങ്സിന് എന്താ വേറെ വേറെ ക്യാരക്ടർ ആണ്, അല്ലെ ഓരോ ആനിമൽസിന് എന്താ വേറെ വേറെ ക്യാരക്ടർ ആണ്. അതേപോലെ തന്നെ നമ്മുടെ വേവിനും എന്താ ഓരോ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആട്ടോ. അപ്പൊ ആ ക്യാരക്ടേഴ്സ് ഏതൊക്കെയെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് ക്യാരക്ടർ ഏതാന്ന് അറിയോ? നമ്മുടെ ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ്? കണ്ടോ, ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവില് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഏതാണ്? ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ചാണ്. ദ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ ദ വേവ് ഈസ് ഡിപെക്റ്റഡ്. അതാണ് ഇത്. നോക്കിയേ, അപ്പോ ഇതിനകത്ത് ആംപ്ലിറ്റ്യൂഡ് എത്രയെന്നാണ് നോക്കേണ്ടത്. മിസ് ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ ഓസിലേഷൻ എന്ന് പറഞ്ഞ, അതായത് സൗണ്ട് വേവ്സിൽ തന്നെ നമ്മൾ ഓസിലേഷൻ എന്താന്ന് നോക്കിയപ്പോൾ എന്താ നമ്മൾ പറഞ്ഞായിരുന്നു, ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ എന്ത് പറയാ, ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ആ ടു ആൻഡ് ഫ്രോ മോഷനിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഏതാ? അതായത് ഊഞ്ഞാലാടുമ്പോൾ നമ്മൾ അറിയാം ഇങ്ങനെ പിടിക്കുന്നു, ആടുന്നു, ബാക്കിലേക്ക് പോകുന്നു ആണല്ലോ. അപ്പോൾ ആ ഒറിജിനിൽ നിന്നും മാക്സിമം, അതായത് ഒരു ഊഞ്ഞാലാടാൻ പോകുന്ന മാക്സിമം ഡിസ്റ്റൻസിന് അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. അതാണ് മിസ് അന്ന് ഓസിലേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി. ആ സെയിം സാധനം തന്നെ ഇതെന്താ, ഇതൊരു ട്രാൻസ്വേഴ്സ് വേവ് അല്ലെ. അത് കണ്ടോ, ഇങ്ങനെ പോയി തിരിച്ചു വരുന്നു. അതായത് ഇത് കണ്ടോ, ഈ വേവിന് മാക്സിമം പോകാൻ പറ്റുന്ന പോയിന്റ് ഏതാ? ഇതല്ലേ. അപ്പോ ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. എന്താണ്? ആ വേവിന് മാക്സിമം പോകാൻ പറ്റുന്ന ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയണ്ട കേട്ടോ. അപ്പൊ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ നോക്കിയേ, എത്രയാ? 2 ആണ്. എന്താണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്? എത്ര? 2 ആണ്. അപ്പൊ ദേ നോക്കിയേ, ഇൻ ദ ഫിഗർ വിച്ച് ആർ ദ പോയിന്റ്സ് വിച്ച് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദ വേവ്. ഇതിലെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും മാക്സിമം പോയിക്കുന്നത് ഏതൊക്കെയാ? എയിൽ പോയിട്ടുണ്ട്, സിയിൽ പോയിട്ടുണ്ട്, ആൻഡ് ഓൾസോ ഇയിൽ പോയിട്ടുണ്ട് അല്ലേ. കണ്ടോ, ഇതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇതാണ് -2. ഇതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്താ? 2. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് എന്ത്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. നമുക്ക് അപ്പൊ എന്തൊക്കെ പറയാം? എ ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്. എ സി ഇ അല്ലേ? അതെ, എ സി ഇ ആണ് എന്ത്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. അതാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഓക്കെ, വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ്? നമ്മൾ നോക്കിയല്ലേ, എന്താണ് ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്? എത്രയാ? 2 സെന്റിമീറ്റർ അല്ലെ. അതായത് അത്ര 2 സെന്റിമീറ്ററോളം മാക്സിമം ഹൈറ്റിൽ അത് പോവില്ലേ? അതാണ് 2 സെന്റിമീറ്റർ ആണ് അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. 2 സെന്റിമീറ്റർ. മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ എല്ലാവർക്കും? അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താ? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും മാക്സിമം ഡിസ്പ്ലേസ്മെന്റിന് പറയുന്നതാണ് നമ്മൾ എന്ത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി അപ്പൊ നമ്മള് ഈ വേവില് പഠിച്ചല്ലേ. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പൊ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഏതായിരുന്നു? ആംപ്ലിറ്റ്യൂഡ് അല്ലെ. ഒരു വേവിന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കിയത് ഏതാ? ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇനി സെക്കൻഡ് പഠിക്കാം. സെക്കൻഡ് ആണ് നമ്മൾ ഓസിലേഷനിൽ പഠിച്ച അതേ സാധനം തന്നെ എന്തിലും ഉണ്ട്? നമ്മുടെ ഈ വേവിലും ഉണ്ട്. അതായത് പീരീഡ്. ടൈമില്ലാണ്ട് ഒരു ടൈമിനാണല്ലോ ഇമ്പോർട്ടൻസ് നമ്മുടെ കേസിൽ. അപ്പൊ പീരീഡിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇൻ ഫിഗർ 1.11 ഓക്കെ, നേരത്തെ വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം ടു കംപ്ലീറ്റ് 1 വൈബ്രേഷൻ? അതായത് ഈ സെയിം ഫിഗർ തന്നെ ഇതിൽ ഒരു ഓസിലേഷൻ എടുക്കാൻ അത് എടുത്ത ടൈമാണ്. അതായത് ഒരു ഓസിലേഷൻ മിസ് ഒരു വേവ് എന്ന് പറയുന്നത് നമ്മൾ ഓസിലേഷന്റെ കേസിൽ എങ്ങനെ പഠിച്ചിട്ടുണ്ടായത്? നമ്മൾ ഒറിജിനിൽ നിന്നും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പോകുന്നു, തിരിച്ച് ഒറിജിനിൽ വരുന്നു, പിന്നെയും പോകുന്നു, തിരിച്ച് ഒറിജിനിൽ വരുന്നു. ഇതായിരുന്നു നമ്മുടെ ഒരു ഓസിലേഷൻ എന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായത്. ഇതാണ് ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായത്. ഒരു ഇങ്ങനത്തെ ട്രാൻസ്വേഴ്സ് വേവിലായിക്കോട്ടെ എന്തായിക്കോട്ടെ, അതിലെന്താണ് ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേരുന്നതാണ് എന്ത്? ഒരു ഓസിലേഷൻ എന്ന് പറയണുണ്ടാവുക. അപ്പൊ ആ ഒരു ഒറ്റ ഓസിലേഷൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയാ? പീരീഡ് എന്ന് പറയാം. എന്താണ്? ഒരു വേവ് അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയാ? പീരീഡ് എന്ന് പറയണ്ടാവുക. അപ്പൊ ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ പോയി. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയുന്നു? അത് എത്ര നേരം എടുത്തു? ഇത് ടൈം ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ്. അപ്പൊ ടൈം ആണ് ഈ എക്സ് ആക്സിസിൽ കൊടുത്തേക്കുന്നത് കേട്ടോ.
അപ്പൊ ഇതെന്താ 1 seconds അല്ലെ, സെക്കൻഡ്സിലാണ്. അപ്പൊ നമുക്ക് എത്ര നേരം എന്ന് പറയാം? 1 seconds. എന്താണ് 1 seconds ട്ടോ. വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ദ വേവ് ഇൻ ദ ഫിഗർ? എന്താ പീരീഡ്. അപ്പൊ എന്താ നമ്മൾ എന്താ ടൈം ടേക്കൺ ടു 1 ഓസിലേഷൻ ആണല്ലോ, അതിനെ തന്നെയാണ് പീരീഡ് എന്ന് പറയാം, 1 seconds. അപ്പൊ പീരീഡ് എന്താന്ന് മനസ്സിലായാലേ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയാ? പീരീഡ് എന്ന് പറയുന്നുണ്ടാവും ട്ടോ. എന്താണ് ഒരു ഓസിലേഷൻ എടുക്കാൻ ആവശ്യമായ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയാ? പീരീഡ് എന്ന് പറയുന്നുണ്ടാവും ട്ടോ. അപ്പൊ നമ്മൾ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി എന്താണ് പീരീഡ് എന്ന് പറഞ്ഞു ട്ടോ. വേവിന്റെ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിപ്പോ നോക്കിയിട്ടുണ്ടായത്. അതിനെയാണ് എന്ത് പറയാ? പീരീഡ് എന്ന് പറയുന്നുണ്ടാവും ട്ടോ. സെറ്റ് അല്ലേ? ആണല്ലോ. ഓക്കെ. ഇനി തേർഡ് പഠിക്കാൻ പോകുന്നത് എന്താണ്? നമ്മുടെ ഫ്രീക്വൻസി തന്നെ. എന്ത് സാധനമാണ്? ഫ്രീക്വൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫ്രീക്വൻസി. The frequency of a wave is the number of cycles that passes through a point in 1 second. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ്, അത് എത്ര വേവ്സ് പോകുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്രീക്വൻസി എന്ന് പറയണുണ്ടാവുക. എന്താണ് അതായത് ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ്, അതായത് ഇങ്ങനെ ഇപ്പോൾ നമുക്കൊരു കാൽക്കുലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇത് പോന്നു. ഇത് ഒരു സെക്കൻഡ് ഗ്രാഫാണ്. ഈ ഒരു സെക്കൻഡിൽ ഞാൻ ഇത്രയും പ്രാവശ്യം പോയി. ഇത് ഒരു സെക്കൻഡ് എടുത്ത ടൈമിലാണ് ഇത്രയും പ്രാവശ്യം പോയത്. അപ്പൊ ഇവിടുത്തെ ഫ്രീക്വൻസി എത്ര? 1 2 3 4 4 സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്തു. 4 വേവ്സ് പോയി. അപ്പൊ 4 എന്ത് അവിടുത്തെ ഫ്രീക്വൻസി. മനസ്സിലായല്ലോ? അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് സൈക്കിൾസ് എടുക്കുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്രീക്വൻസി ഓഫ് വേവ് എന്ന് പറയുന്നുണ്ടാവും ട്ടോ. സെറ്റ് അല്ലേ? If the wave shown in the figure 1.11 take 1 second to travel from 0 to D, find the frequency of wave. അതായത് 0യിൽ നിന്നും ഡിയിലേക്ക് അതിന് ഒരു സെക്കൻഡാണ് എടുത്തത്. അത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു സെക്കൻഡിലാണ് അത് ഒരു ഓസിലേഷൻ കഴിഞ്ഞത്. അപ്പൊ അവിടെ എടുക്കുന്ന ഫ്രീക്വൻസി എത്രയെന്ന് ഇതിൽ തന്നെ അറിയാം. ഒരു ഒറ്റ സൈക്കിൾ എന്താണ്? 1 ആണെന്ന് അറിയാം. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നില്ലേ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഏത് ഇക്വേഷനാ? ഫ്രീക്വൻസി ഈക്വൽ ടു 1 ബൈ പീരീഡ് എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നില്ലേ? പീരീഡ് എത്രയാ? 1 അല്ലേ? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അപ്പൊ 1 ബൈ 1 ഈക്വൽ ടു 1 ഹെർട്സ്. മനസ്സിലായോ? അപ്പൊ ദേ നമ്മള് ഫ്രീക്വൻസിയും പഠിച്ചല്ലേ. അപ്പൊ ഫ്രീക്വൻസി എന്താണ്? ഒരു പീരീഡ് ഒരു സെക്കൻഡില് എത്ര സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്രീക്വൻസി എന്ന് പറയാ. ആൻഡ് ഓൾസോ ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റിംഗ് 1 ഓസിലേഷൻ ആണ് നമ്മൾ എന്ത് പറയാ? പീരീഡ് എന്നും പറയാം ട്ടോ. മനസ്സിലായല്ലോ? തമ്മിൽ മാറിപ്പോവരുത് ട്ടോ. അപ്പൊ നമ്മള് തേർഡ് ഇതും പഠിച്ചല്ലേ? തേർഡ് ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു. അതാണ് നമ്മുടെ ഫ്രീക്വൻസി. മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? ഇനി നമ്മൾ ഫോർത്ത് പഠിക്കാൻ പോകുന്നതാണ് നമ്മുടെ എന്താ സാധനം എന്നറിയോ? സസ്പെൻസ് ആണോ? നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതായത് വേവ് ലെങ്ത്. എന്താണ്? വേവ് ലെങ്ത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് which are in the same phase of vibration. It is the distance traveled by the wave during the time taken by each particle in the medium to complete 1 vibration. Okay? അതായത് ഒന്നില്ല, ഈ ഇംഗ്ലീഷിലൊന്നും പറയേണ്ട ആവശ്യമില്ല. അതായത് ഒരു മീൻ പൊസിഷനിൽ നിന്നും അതിൻ്റെതായ സെയിം ഡയറക്ഷനിലുള്ള മീൻ പൊസിഷനിലേക്ക് ആ ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയും? വേവ് ലെങ്ത് എന്ന് പറയും. മനസ്സിലായോ? അതായത് ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തു, ഇതാണ് ഞാൻ എടുത്ത പോയിന്റ്. ഈ പോയിന്റിൽ നിന്നും ആ സെയിം പൊക്കത്തേക്കുള്ള അടുത്ത പോയിന്റ് ഇതല്ലേ? ഇത്രയുമുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയും? വേവ് ലെങ്ത് എന്ന് പറയും. അതായത് ഒരു കോൺസിക്യൂട്ടീവ്, അതായത് നമ്മൾ എടുക്കുന്ന ഏത് ഫേസ്, ഇപ്പൊ ഇതെടുത്തിട്ട് ഇതെടുക്കാൻ പറ്റില്ല. ഈ സെയിം ഫേസിലുള്ള അടുത്ത സെയിം പോയിന്റിനെ തന്നെ എടുത്തിട്ട് ആ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? വേവ് ലെങ്ത് എന്ന് പറയാം. അപ്പൊ ഓക്കെ, വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. അതായത് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഈ പാർട്ടിക്കിൾ ഉണ്ട്. ഇത് രണ്ടും കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ ഈ ഫേസിൽ നിന്നും ഈ ഫേസിലേക്ക് പോണതിനെയാണ് നമ്മൾ അത് പറയാ? It is the distance traveled by the wave during the time taken by each particle in the medium to complete 1 vibration.
കണ്ടോ? അപ്പൊ എന്താണ്? ആ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ വേവ് ഡ്യൂറിങ് ദ ടൈം ടേക്കൺ ബൈ ഈച്ച് പാർട്ടിക്കിൾ ടു കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ. ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിന്റെ ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? വേവ് ലെങ്ത് എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഞാൻ കാണിച്ച ഈ പോയിന്റിൽ നിന്ന് തന്നെ എടുക്കണം എന്നില്ല. വേണം നമുക്ക് ഈ ഒരു പോയിന്റ് എടുക്കാം. ഈ പോയിന്റിൽ നിന്നും എന്ത് ചെയ്യാ? ഈ പോയിന്റിന് കറക്റ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് ഏതാ? ഇത്. അവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. അതാണ് എന്ത്? വേവ് ലെങ്ത് എന്ന് പറയാ. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് എന്ത്? വേവ് ലെങ്ത് എന്ന് പറയാം കേട്ടോ. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉള്ളവർ ചോദിക്കണം കേട്ടോ. ഓക്കെ. അപ്പോ ആ ഫിഗറില് വിച്ച് പാർട്ടിക്കിൾ ഈസ് ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ആസ് പാർട്ടിക്കിൾ എ? എനോട് കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന പാർട്ടിക്കിൾ ഏതായിരുന്നു? ഏതാ? ഇ അല്ലേ? എന്റെ അതേ ഫേസിൽ നിൽക്കുന്ന ആ പാർട്ടിക്കിളായിട്ട് എന്റെ പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന പാർട്ടിക്കിൾ ഏതായിരുന്നു? ഇ അല്ലേ? അപ്പൊ നമുക്ക് പറയാം ഏതാണ്? ഇ അല്ലേ? സെറ്റ് അല്ലേ? ഇൻ ദ കേസ് ഓഫ് പാർട്ടിക്കിൾ പിന്റെ കേസിൽ എന്താ? പാർട്ടിക്കിൾ പിന്റെയും പാർട്ടിക്കിൾ ബിന്റെയാണ് നമുക്ക് നോക്കേണ്ടത്. പാർട്ടിക്കിൾ പിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നേക്കുന്നത് ഏതാ? ക്യൂ അല്ലേ? എന്താണ്? ക്യൂ അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളതാണ് അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയണ്ടാവുക. അപ്പോ ഈ പിയും ക്യൂ ആണ്. അപ്പൊ പിന്നോട് കറസ്പോണ്ടിങ് ആയിട്ട് ക്യൂ ആണ്. ആൻഡ് ഓൾസോ ബിനോട്, ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിനോട് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാ? എഫ്. മനസ്സിലായോ? അതിന് ആ സെയിം ഫേസിൽ തന്നെ നിൽക്കുന്ന എന്താ പാർട്ടിക്കിളിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബിനോട് അതേ കണ്ടോ, ഒരു സൈക്കിളും കൂടി കംപ്ലീറ്റ് ചെയ്യണം. കണ്ടോ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? അപ്പൊ അത് ഇവിടെ നിന്ന് ഇവിടം വരെ. അപ്പൊ പിക്ക് ക്യൂവും ബിക്ക് എഫും. എന്താണ്? പിക്ക് ക്യൂവും ബിക്ക് എഫും. മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പോ ഇൻ ദ ഫിഗർ 1.13 ബി വിച്ച് റെപ്രസെന്റ് ദ വേവ് ലെങ്ത്. വേവ് ലെങ്ത് ആരാ റെപ്രസെന്റ് ചെയ്യണുണ്ടാവുക ഈ കേസിൽ? അപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കിയത് ആരെ പറ്റിയാ? നമ്മുടെ എന്താ ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ മെക്കാനിക്കൽ വേവിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ് എന്ത്? നമ്മുടെ മെക്കാനിക്കൽ വേവിലെ ഇമ്പോർട്ടന്റ് ക്ലാസിഫൈ ചെയ്ത രണ്ടെണ്ണോ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവും എന്താ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവാ. നമ്മൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത് ഏതാ? ട്രാൻസ്വേഴ്സ് വേവ് ആയിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ലോങ്റ്റിറ്റ്യൂഡിനൽ വേവും കൂടി നോക്കണ്ടേ? അപ്പൊ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിൽ ഒരു കംപ്രഷനും റെയർ ഫ്രാക്ഷനും കൂടി ചേർന്നാലാണ് എന്ത് പറയാ? ഒരു വേവ് ലെങ്ത്. അതിന്റെ ഒരു വേവ് ലെങ്ത് എന്ന് പറയാം. കണ്ടോ? അതായത് ഒരു കംപ്രഷനും റെയർ ഫ്രാക്ഷനും കൂടി ചേർന്ന് എന്താവില്ല? ഒരു വേവ് ലെങ്ത് ആവില്ല. ഒരു കംപ്രഷൻ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത കംപ്രഷനിലേക്ക് എത്തുന്ന ആ ഡിസ്റ്റൻസ് ആണ് എന്ത്? വേവ് ലെങ്ത് എന്ന് പറയാം. മനസ്സിലായല്ലോ? ഒരു കംപ്രഷനിൽ നിന്ന് അടുത്ത കംപ്രഷനിലേക്ക് പോകുന്ന ആ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയാ? വേവ് ലെങ്ത് എന്ന് പറയാം. അപ്പോൾ ഈ കേസിൽ ഇതാണ് എന്ത്? വേവ് ലെങ്ത് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു റെയർ ഫ്രാക്ഷനിൽ നിന്ന് വേറൊരു റെയർ ഫ്രാക്ഷനിലേക്ക് പോകുന്ന ആ ലെങ്തിനെയാണ് എന്ത് പറയാ? എന്താ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഈ കേസിൽ CR ആണോ CC ആണോ വേവ് ലെങ്ത്? അഫ്കോഴ്സ് CC അല്ലേ? അതെ, CC ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എന്താ? CC RR ആണ്. ഇവിടെ CRഉം RRഉം ചോദിച്ചത്. ഒരു റെയർ ഫ്രാക്ഷൻ ടു നെക്സ്റ്റ് റെയർ ഫ്രാക്ഷൻ ആണ് എന്ത്? നമ്മള് അതിന്റെ വേവ് ലെങ്ത് ആയിട്ട് കാണുക കേട്ടോ. സെറ്റ് അല്ലേ? CR റെപ്രസെന്റ് എന്താ? CR എന്താ റെപ്രസെന്റ് ചെയ്യാ? CR എന്താ റെപ്രസെന്റ് ചെയ്യാ? ഇതാണ് ഫുൾ വേവ് ലെങ്ത്. C to R എന്തായിരിക്കും? അപ്പോ അതിന്റെ വേവ് ലെങ്ത്തിന്റെ പകുതി അല്ലേ? അല്ലെ? ഇത് ലാംഡ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? λ/2. അതായത് എന്താ വേവ് ലെങ്ത്തിന്റെ പകുതിയാ അല്ലെ? അപ്പൊ അതിനു മുമ്പ് മിസ് പറയട്ടെ, നമ്മുടെ വേവ് ലെങ്ത് ഡിനോട്ട് ചെയ്യണ ലെറ്റർ ഏതാണെന്നറിയോ? വേവ് ലെങ്ത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ലാംഡ. എന്താണ്? വേവ് ലെങ്ത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ലാംഡ ആട്ടോ. സെറ്റ് അല്ലേ? അപ്പോ അത് പേരിങ്ങനെ നമ്മളെന്താ ഒരു കൃഷിക്ക് ഉപയോഗിക്കുന്ന സാധനം ഇല്ലേ? അതേപോലെ തന്നെ ഇരിക്കും. അതിന്റെ പേരാണ് എന്ത്? ലാംഡ എന്നാണ് കേട്ടോ പറയുന്നത്. ഗ്രീക്ക് ലെറ്റർ ആണ്. ഓക്കെ. അപ്പൊ ഇത് ഫുള്ള് അപ്പൊ വേവ് ലെങ്ത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ലാംഡ ആയതുകൊണ്ട് തന്നെ C to C എന്താണ്? ലാംഡ ആണ്. അപ്പൊ C to R എന്താണ്? λ/2. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ എന്ത് പറയാം നമുക്ക്? λ/2 അല്ലെ? C to R എന്താണ്? λ/2 കേട്ടോ.
അപ്പൊ ട്രാൻസ്വേഴ്സ് വേവിന്റെയും ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിന്റെയും നമ്മൾ എന്ത് പഠിച്ചു? നമ്മള് എന്താ വേവ് ലെങ്തിനെ കുറിച്ച് നോക്കിയാലേ ഇതെല്ലാം സെയിം തന്നെ ആയിരിക്കും. എന്താ ട്രാൻസ്വേഴ്സ് വേവിന്റെ അതേപോലെ തന്നെ ആയിരിക്കും എന്ത് ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിന്റെ. ട്രാൻസ്വേഴ്സ് വേവിന്റെ ക്രസ്റ്റും ട്രഫും ആണെങ്കിൽ ഇവിടെ ഒരു ക്രസ്റ്റ് മുതൽ ഒരു ക്രസ്റ്റ് വരെ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ the distance between two consecutive crust or two consecutive trough is also considered as a wavelength of the transverse wave. അപ്പോൾ മിസ് പറഞ്ഞു ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നു, അതായത് ഈ ട്രഫിൽ നിന്നും അല്ല ഈ ക്രസ്റ്റിൽ നിന്നും ഈ ക്രസ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും കറക്റ്റ് ആണ്, വേവ് ലെങ്ത് ആണ്. അതേപോലെ തന്നെ ഈ ട്രഫിൽ നിന്നും ഈ ട്രഫിലേക്കുള്ള ഡിസ്റ്റൻസും എന്താണ്? വേവ് ലെങ്ത് ആണ്. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിട്ട് ഒരു ട്രാൻസ്വേർ വേവിന്റെ കേസിൽ. The distance between two consecutive compression or two consecutive rarefaction is considered as the wavelength of the longitudinal wave. അതായത് ഒരു ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് എടുത്തു, നമ്മൾ പറഞ്ഞു ഇത് ഇനി വൈബ്രേറ്റ് ചെയ്യുന്നു, പിന്നെ എന്താ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു, പിന്നെ ഇങ്ങനെ അടുത്തടുത്ത് വൈബ്രേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പൊ ഈ ക്രസ്റ്റും ഇതും ക്രസ്റ്റും ആണ്. ഈ രണ്ട് ക്രസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയാ? ലാംഡ എന്ന് പറയണ്ടാവുക. എന്താണ്? ലാംഡ എന്ന് പറയണ്ടാവുക. അതേപോലെ ഇവിടെ വേറൊരു ഇതും കൂടി വരച്ചു, ഇങ്ങനെ പോയിട്ടുണ്ടായത്. അപ്പൊ ഈ റെയർ ഫ്രാക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ലാംഡ എന്ന് പറയുന്നുണ്ടാവും ട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ എന്താ ക്രസ്റ്റും ട്രഫും നമ്മൾ വേവ് ലെങ്ത് ആണ് നോക്കിയിട്ടുണ്ടായത് കേട്ടോ. എന്താണ്? വേവ് ലെങ്ത് ആണ് നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ വേവ് ലെങ്ത് നമ്മൾ എന്തിൻ്റെയൊക്കെ കേസിൽ പഠിച്ചു? ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിന്റെയും കേസിൽ പഠിച്ചു, ട്രാൻസ്വേഴ്സ് വേവിന്റെയും കേസിൽ പഠിച്ചു ട്ടോ. ഓക്കെ, ഇതാണോ ഗ്രീക്ക് ലെറ്റർ ലാംഡ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ വേവ് ലെങ്ത്. യൂണിറ്റ് ഓഫ് വേവ് ലെങ്ത് ഈസ് മീറ്റർ ആട്ടോ. അപ്പൊ നമ്മൾ ലാംഡയാണ് വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് അല്ല, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. ആൻഡ് യൂണിറ്റ് ഓഫ് വേവ് ലെങ്ത് എന്താണ്? മീറ്റർ ആണ്. എന്താണ്? യൂണിറ്റ് ഓഫ് വേവ് ലെങ്ത് മീറ്റർ ആട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകാണ് നമ്മുടെ വേവിന്റെ. അതാണ് നമ്മുടെ സ്പീഡ് ഓഫ് വേവ്. എന്താണ്? സ്പീഡ് ഓഫ് വേവ്. സ്പീഡ് ഓഫ് വേവ്. സ്പീഡ് ഓഫ് വേവ്. ദിസ് ഈസ് ദ ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നമ്മുടെ വേവ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഏതൊക്കെയാ പഠിച്ച? ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരീഡ്, വേവ് ലെങ്ത് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സ്പീഡ്. Speed of wave is the distance traveled by the wave in 1 second. അതായത് ഒരു സെക്കൻഡിലെ വേവ് എത്ര ട്രാവൽ ചെയ്തു അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്പീഡ് എന്ന് പറയാ. സ്പീഡ് ഓഫ് വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 second. 1 സെക്കൻഡിൽ നമ്മൾ പറയാം ഒരു സെക്കൻഡിൽ ഇത്രേ പോയിട്ടുള്ളൂ, ഇതാണ് എന്ത്? വേവ്. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? വേവിന്റെ സ്പീഡ് എന്ന് പറയാം. പക്ഷെ ഒരു സെക്കൻഡിൽ ഇത്രയും പോയെങ്കിൽ ഇതാണ് എന്ത്? വേവിന്റെ സ്പീഡ് എന്ന് പറയണ്ടാവുക. ഈ ഡിസ്റ്റൻസിനെയാണ് വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നുണ്ടാവും ട്ടോ. എന്താണ്? സ്പീഡ് ഓഫ് വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വേവ് ഇൻ 1 second. ഒരു സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് വേവ് ട്രാവൽ ചെയ്യുന്നോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്പീഡ് ഓഫ് വേവ് എന്ന് പറയണ്ടാവുക. ദ യൂണിറ്റ് ഓഫ് സ്പീഡ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. എന്താണ്? ദ യൂണിറ്റ് ഓഫ് സ്പീഡ് ഓഫ് വേവ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് ആട്ടോ. എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ യൂണിറ്റ്സും ഇമ്പോർട്ടൻ്റ് ആട്ടോ. കാരണം നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്രോബ്ലംസിലൊക്കെ എന്താ നമ്മൾ യൂണിറ്റ്സും കൂടി നോക്കണം. കാരണം മിസ് ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആൻസറിൽ മാത്രമല്ല അതിന് യൂണിറ്റ്സിനും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട് ട്ടോ. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോബ്ലം നോക്കാം. If a wave travels 700 meter in 2 seconds, what is the speed of the wave? അപ്പോൾ നമ്മൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ സ്പീഡ് ഓഫ് വേവ് നോക്കിയില്ലല്ലോ എന്ന്, ഇക്വേഷൻസ് ഒന്നും പഠിച്ചില്ലല്ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ബൈ ടൈം എന്നാണ്. സ്പീഡ് എന്ന് പറയുന്നത് v ആണ്. സ്പീഡിനെ ഡിനോട്ട് ചെയ്യണത് v ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്തത്. അപ്പോൾ v ഈക്വൽ ടു എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടി ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് പഠിച്ചതാ അല്ലേ.
അപ്പൊ ദേ എന്താ ഡിസ്റ്റൻസ് എത്രയാ? ദ വേവ് ട്രാവൽ 700 meters in 2 seconds. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാ? 700 and the time എന്താ? 2 അല്ലേ? അപ്പൊ 700 divided by 2 എന്താ? 350. 350 നിർത്താവോ? പറ്റില്ല. നമുക്ക് എന്തും കൂടി വേണം? യൂണിറ്റ്സും കൂടി വേണം അല്ലേ? അപ്പൊ മീറ്റർ പെർ സെക്കൻഡ്. എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അത്ര ആക്കിയാൽ മാത്രമേ എന്തുള്ളൂ? ആ ഫൈനൽ ആൻസർ കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്താ സ്പീഡിന് ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അത് നമ്മൾ കുട്ടി ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അത് തന്നെ ഡിസ്റ്റൻസ് എത്ര ഇവിടെ? 700 meter ആണ്. ഡിവൈഡഡ് ബൈ ടൈം 2 ആണ്. അപ്പൊ 350 meter per seconds. അപ്പൊ നമ്മൾ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സാ ഇന്ന് പഠിച്ചത്? നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് പഠിച്ചു. അപ്പൊ നമുക്ക് ഒന്ന് എഴുതാം. എന്താ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് ഏതൊക്കെയാ നമ്മൾ പഠിച്ചിട്ടുണ്ടായ? നമ്മൾ 5 ക്യാരക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടായല്ലേ? വേവിന്റെ 5 എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ എന്താ പഠിച്ചത്? ആംപ്ലിറ്റ്യൂഡ് അല്ലേ? ആംപ്ലിറ്റ്യൂഡ്. സെക്കൻഡ് വൺ എന്താ പഠിച്ചിട്ടുണ്ടായത്? പീരീഡ് അല്ലേ? പീരീഡ്. തേർഡ് വൺ എന്താ പഠിച്ചത്? ഫ്രീക്വൻസി. ഫ്രീക്വൻസി അല്ലേ? ഫ്രീക്വൻസി. ഫോർത്ത് വൺ എന്താ പഠിച്ചത്? നമ്മുടെ വേവ് ലെങ്ത് അല്ലേ? വേവ് ലെങ്ത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ എന്താ പഠിച്ചത്? ലാസ്റ്റ് പഠിച്ചെന്താ? സ്പീഡ് ഓഫ് വേവ്. ഓക്കെ, അപ്പൊ നമ്മള് 5 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ഇത് 5ഉം ഇമ്പോർട്ടന്റ് ആയിട്ടും. ചിലപ്പോൾ സ്പീഡ് അങ്ങനെയല്ല ചോദിക്കാം. നമുക്ക് ഒരു ഗ്രാഫ് വന്നിട്ട് സ്പീഡ് എന്താ, വേവ് ലെങ്ത് എന്താ, ഫ്രീക്വൻസി എന്താ, പീരീഡ് എന്താ, ആംപ്ലിറ്റ്യൂഡ് എന്താ, ഇങ്ങനത്തെ ചോദ്യമായിരിക്കും ചോദിക്കേണ്ടത്. അപ്പൊ നമുക്ക് നല്ല വൃത്തിക്ക് മനസ്സിലാവണം. മനസ്സിലായാലല്ലേ ഈസി ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് മിസ് കരുതുന്നു. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കാം. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കമന്റ് ഇറ്റ് ഓൺ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ മിസ്സിന് ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത സെക്ഷനിൽ കാണാട്ടോ. ഓക്കെ, സീ യു ദെൻ, ബൈ.